ലിംഗനം ചെയ്ത് അദ്ദേഹത്തിന് മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് ചോദിക്കുകയാണ്. പിന്നീട് കുശലങ്ങൾ ചോദിക്കുകയാണ്. കശ്ചൽ പുരാണോ പുരുഷോ സദാഭ്യ പത്മാനവൃത്യേഹ കിലാവതിർണോ ആസാദവുർവ്യ കുശലം വിദായ ക്ഷതക്ഷണോ കുശലം ശൂരഗേഹേ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിശേഷങ്ങളാണ് ചോദിക്കുന്നത്. ഭഗവാന്റെ കുലത്തിൽ ഭഗവാന് സുഖം തന്നെയല്ലേ ഉദ്ധവരെ? അവിടെ സുഖമായിട്ടിരിക്കുന്നില്ലേ ഭഗവാൻ എന്ന് സാധാരണ രീതിയിൽ നമ്മൾ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താ, സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുന്ന പോലെ ഉദ്ധവരോട് ചോദിക്കുകയാണ് ശ്രീകൃഷ്ണ വിശേഷങ്ങൾ. പിന്നെ അങ്ങോട്ട് ഒരു കൂട്ടം ചോദ്യങ്ങളാണ്. ആദ്യം ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് ബലരാമസ്വാമിയും അതുപോലെ തന്നെ കൃഷ്ണനും സുഖമായിട്ടിരിക്കുന്നില്ലേ ചോദിക്കും. പിന്നെ ചോദിക്കും ഭഗവാന്റെ പരമസുഖന്നോ ഭാമ, ഭഗവാന്റെ അച്ഛനായിരിക്കുന്ന വസുദേവർ സുഖമായിരിക്കുന്നില്ലേ ചോദിക്കും. പിന്നെ ഭഗവാന്റെ കുട്ടികളായിരിക്കുന്ന പ്രദ്യുമ്നൻ തുടങ്ങിയിട്ടുള്ളവര് സുഖമായിട്ടില്ലേ എന്ന് ചോദിക്കും. പിന്നീട് അവിടുത്തെ രാജാവായിരിക്കുന്ന ഉഗ്രസേനൻ സുഖമായിട്ടിരിക്കുന്നില്ലേ ചോദിക്കും. ഭഗവാന്റെ പുത്രനായിരിക്കുന്ന സാമ്പൻ, അതുപോലെ തന്നെ അക്രൂരൻ, അതുപോലെ കശ്ചിവം ദേവകഭോജപുത്ര്യ വിഷ്ണുപ്രജായ ഇവ ദേവമാതു യാവൈ സ്വഗർഭേണ ദദാര ഭേവം ത്രയീയതാ യജ്ഞവിധാനമത്തം. ആ ഭഗവാന്റെ അമ്മയായിരിക്കുന്ന ദേവകീ ദേവി സുഖമായിട്ടിരിക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിച്ച് അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും ചോദിച്ചിട്ട് പറയാണ്, സൗമ്യാനുശോചേ തമതപദന്തം ഭ്രാതേം ഭ്രാത്രേ പരേതായ വിദുദ്രുഹേയാം നിര്യാപിതോ യേന സുഹൽ സപുര്യാം അഹം സ്വപുത്രൻ സമനുവ്രതേനാം. പറയാണ്, തന്റെ അനുഭവം പറയാണ്. ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നങ്ങ് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. എന്നെ സഹോദരൻ അവിടുത്തെ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി തന്ത്രങ്ങൾക്ക് വേണ്ടി വിളിച്ചപ്പോ ഞാൻ ഉപദേശമൊക്കെ കൊടുത്തപ്പോ നിര്യാപിതോയേന സുഹൽസപുര്യ, എന്നെ അവരെല്ലാവരും കൂടി ചേർന്ന് അവിടുന്ന് വല്ലാതെ ദ്വേഷിച്ചുകൊണ്ട് എന്നെ അവിടുന്ന് പോവാൻ പ്രേരിപ്പിച്ചു. ഞാൻ അവിടെ നിന്നും ഇറങ്ങി. സോഹം ഹരേ മർത്യവിഡംബനേനാം ദൃശോ നൃണം ചാലയതോ വിദാദോ നാന്യോപലക്ഷ്യ പദവിം പ്രസാദാൽ ചരാമി പശ്യൻ ഗതവിസ്മയോത്ര. ഞാനിപ്പോ തീർത്ഥാടനങ്ങളൊക്കെ ചെയ്ത് ഇപ്പോ എന്റെ മനസ്സ് മുഴുവൻ കൃഷ്ണനെ കാണാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ആ വഴിയിലാണ് ഉദ്ധവരെ ഞാൻ. അതുകൊണ്ട് അങ്ങ് ആ ഭഗവാന്റെ അവിടുത്തെ സുഖവിശേഷങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരൂ. തസ്യ പ്രപന്നാഖില ലോകപാനം അവസ്ഥിതാനാമനുശാസനേ സ്വയം അർത്ഥായ ജാതസ്യേതുഷജസ്യ വാർത്താം സഖേ കീർത്തയ തീർത്ഥകീർത്തേ. ഏതൊരു ഭഗവാനെ ശരണം പ്രാപിച്ചാലാണോ എല്ലാവരുടെയും ദുഃഖങ്ങളും ഭയങ്ങളും അകന്നു പോകുന്നത്, അങ്ങനെയുള്ളൊരു ഭഗവാൻ യാദവകുലത്തിൽ ജനിച്ച് ലീലകളാടിയ ഭഗവാന്റെ ആ വാർത്തകളൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തരൂ ഉദ്ധവരെ എന്ന് പറഞ്ഞ് ഇതൊരു ഉദ്ധവരോട് ചോദിക്കുകയാണ്. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ആ ഉദ്ധവരുണ്ടല്ലോ ഒരു നിമിഷം ഉത്തരം പറയാൻ പറ്റാതെ നിശ്ചലനായി. ഏതൊരു കൃഷ്ണന്റെ വിശേഷങ്ങളാണോ ചോദിക്കുന്നത് ആ കൃഷ്ണന് ഇന്ന് ജീവിച്ചിരിപ്പില്ല. എങ്ങനെയാ ഉദ്ധവർക്ക് പറയാൻ പറ്റുക? ആ കൃഷ്ണനെക്കുറിച്ചുള്ള സ്മരണകളൊക്കെ ഇങ്ങനെ ചോദിക്കും തോറും അതൊക്കെ ഇങ്ങനെ തട്ടിത്തട്ടി വന്നു. ആ ഉള്ളിൽ നിറഞ്ഞിട്ട് ഇതി ഭാഗവത പൃഷ്ട ക്ഷത്രാവാർത്തം പ്രിയാശ്രയം പ്രതിവക്തൃം ന ച ഉത്സേഹ ഔത്കണ്ഠ്യാൽ സ്മാരിതേശ്വര യത് പഞ്ചഹായനോ മാത്രം പ്രാതരാശാജയാജിതാം തന്നേച്ചൽ രചയൻ യസ്യ സബര്യം ബാലലീലയാം സ കഥം സേവയാ തസ്യ കാലേന ജരസംഘതാം പൃഷ്ടോ വാർത്തം പ്രതിബ്രൂയാൽ ഭർത്തൃപാദോ വനുസ്മരൻ. ഭഗവാന്റെ പാദങ്ങളെ തന്നെ സ്മരിച്ചുകൊണ്ട് കണ്ണിൽ നിന്ന് ധാരധാരയിട്ട് കണ്ണുനീര് വരുന്നുണ്ട്. പ്രതിവക്തും ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഏതൊരു ഭഗവാനെ കുറിച്ചാണോ പറയേണ്ടത് ആ ഭഗവാൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഇതാണ് പറയാൻ പോവേണ്ടത്. അവിടുന്ന് കുറച്ചൊരു ധൈര്യമൊക്കെ വീണ്ടെടുത്തിട്ട് സമൂഹൂർത്തമുപോതുഷ്ണിം കൃഷ്ണാംഗ്രിസുതയാഭൃശം, കൃഷ്ണൻ പറഞ്ഞ വാക്കുകളൊക്കെ ഓർത്തു. ആ സമയത്ത് തീവ്രേണ ഭക്തിയോഗേന, ഭഗവാൻ ശരീരല്ലേ ഉപേക്ഷിച്ചിട്ടുള്ളൂ, ആത്മാവ് കൊണ്ട് തന്റെ കൂടെയുണ്ടല്ലോ, എന്തിനു ദുഃഖിക്കണം എന്നല്ല മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് നിമഗ്ന സാധു നിർവൃത പുളകോൽഭിന്ന സർവാംഗോ മുഞ്ചൻ മീലദൃശംശുജ പൂർണാർത്ഥോ ലക്ഷിതസ്തേന സ്നേഹപ്രസര സംപ്ലുത. അവിടുന്ന് തന്റെ ദുഃഖങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിക്കൊണ്ട് ആ വിതുരരെ നോക്കിക്കൊണ്ട് പറയാണ്, വിതുരരെ അങ്ങ് ഏതൊരു ഭഗവാനെയാണോ കാണാൻ പോകുന്നത്,
കൃഷ്ണദ്യുമണി നിമ്നോജേ ഗീർണേഷു അജകരേണഹാം കിന്നുനക്കുശലം ബ്രൂയം ഗതശ്രീഷു ഗൃഹേഷ്വഹം. കൃഷ്ണദ്യുമനി നിമ്നോജ, കൃഷ്ണനാകുന്ന സൂര്യൻ അസ്തമിച്ചു പോയി വിതുരരെ. ഇനി നമുക്ക് കൃഷ്ണനെ കാണാൻ സാധ്യമല്ല ശരീരം കൊണ്ട്. അവിടെ ഗീർണേഷു അജകരേണ, കാലമാകുന്ന പാമ്പ് ആ ദ്വാരകയെ മുഴുവൻ വിഴുങ്ങിക്കഴിഞ്ഞു. കിന്നുനക്കുശലം, ഇനി ഞാൻ എന്ത് കൃഷ്ണനെക്കുറിച്ച് കുശലം പറഞ്ഞു തരും അങ്ങക്ക്? ഒറ്റ വാക്കിൽ തന്നെ പറഞ്ഞു കൊടുത്തു. ഗതശ്രീഷു ഗൃഹേഷുഹം, എല്ലാ ഐശ്വര്യങ്ങളും ഭൂമിയിൽ നിന്ന് പോയി. ആ ദ്വാരക മുഴുവൻ നഷ്ടപ്പെട്ടു. ദുർഭഗോ ബദലോകോയം യദവോ നിതരാമപി യേ സംവസന്തോ നവിദു ഹരിമീന ഇവോടുപം. വളരെ ശ്രദ്ധിക്കണേ, വാക്കുകളൊക്കെ അതിഗംഭീരമാണ്. ദുർഭഗോ ബദലോകോയം, ഈ ലോകം ഭാഗ്യഹീനമായ വിതുരരെ. യദവോ നിതരാമപി, അതിലേറ്റവും ഭാഗ്യഹീനരായത് യാദവ വംശം തന്നെയാണ്. കാരണം സംവസന്തോ, ആ കൃഷ്ണന്റെ കൂടെ വസിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടും ഹരിം നവിദു, ആരെ മനസ്സിലാക്കിയില്ല? വിദു പറഞ്ഞാൽ മനസ്സിലാക്കുക, ഹരി എന്ന് പറഞ്ഞാൽ ഭഗവാനെ അവര് മനസ്സിലാക്കിയില്ല. അവരുടെ കൂടെ ഭഗവാൻ ജീവിച്ചിട്ടും ആ ഭഗവാനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല. ഏതുപോലെ? മീന ഇവോടുപം. ഇവ ഉടുപം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നർത്ഥം. ചന്ദ്രന്റെ ബിംബം വെള്ളത്തിൽ പ്രകാശിക്കുമ്പോൾ ആ മത്സ്യത്തിന് തോന്നും അത്രേ ഇത് മത്സ്യത്തിന്റെ കൂട്ടത്തിലുള്ളൊരു മത്സ്യം പോലെ തോന്നുന്നു. അതിന്റെ മഹിമ മനസ്സിലാക്കാൻ മത്സ്യത്തിന് സാധിക്കാത്ത പോലെ. ഏതിന്റെ മഹിമ? ചന്ദ്രന്റെ മഹിമ മനസ്സിലാക്കാൻ മത്സ്യത്തിന് സാധിക്കാത്തതുപോലെ ഭഗവാൻ ഒരു രൂപമെടുത്ത് യാദവന്മാരുടെ കൂടെ നിന്നപ്പോൾ അവര് രൂപത്തോടുകൂടി മാത്രമേ ആരെ കണ്ടിട്ടുള്ളൂ? ഭഗവാനെ കണ്ടിട്ടുള്ളൂ. വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇംഗിതജ്ഞാപുരപ്രൗഢ ഏകാ രാമശ്ച സാത്വത സാത്വതാം ഋഷഭം സർവേ ഭൂതാവാസം അമം സദാ. ഇംഗിതജ്ഞ പുരുപ്രൗഢ, അറിയാനുള്ള കഴിവുണ്ടായിട്ടും പുരുപ്രൗഢ, കഴിവ് ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടും ഏകാരാമാശ്ച സത്വത, ആ ഭഗവാന്റെ കൂടെ താമസിച്ച അവര് സാത്വതാം ഋഷഭം സർവേ, എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്ന ശക്തിസ്വരൂപനായ ഭൂതാവാസം അമം സദാ, തങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനെ ഈ കൃഷ്ണനിലൂടെ മനസ്സിലാക്കാൻ ആർക്ക് സാധിച്ചില്ല? യാദവന്മാർക്ക്. നോക്കൂ, നിങ്ങൾ രണ്ട് തലം കാണിച്ചു തരികയാണ്. ജീവിച്ചിരുന്ന കൃഷ്ണനിലൂടെ മനസ്സിലാക്കേണ്ടത് ഏതായിരുന്നു? ഇവിടെ ഭഗവാൻ ഉദ്ധവര് വിതുരരോട് പറയുമ്പോൾ രണ്ട് ഭഗവാനെ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ? ഒന്ന് ജീവിച്ചിരുന്ന കൃഷ്ണനും, രണ്ട് ആ ജീവിച്ചിരുന്ന കൃഷ്ണനിലൂടെ മനസ്സിലാക്കേണ്ടതായിരുന്നു കൃഷ്ണൻ എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലും ചൈതന്യമായിട്ട് ഇരിക്കുന്ന ശക്തി തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ ഇതൊക്കെ നമുക്കും, നോക്കൂ, ഈ കഥയൊക്കെ പറയുമ്പോഴല്ലോ നമ്മുടെ അനുഭവമാണ്. ആളുകൾ എത്ര അമ്പലത്തിൽ പോയിട്ടും ഇത് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ കാര്യമില്ല എന്ന് പറയാണ്. കൃഷ്ണനെ നിങ്ങളൊരു രൂപത്തോടുകൂടി കാണുമ്പോഴും നിങ്ങൾ ഉറപ്പിക്കേണ്ടത് ഇതാണ്: ആ രൂപത്തിലിരിക്കുന്ന ചൈതന്യവും നമ്മളെ നിലനിർത്തുന്ന ചൈതന്യവും ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്കതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? അന്യബോധത്തിൽ നിന്നും അനന്യബോധത്തിലേക്ക് വരണം. അന്യബോധം മാറി അനന്യബോധം, അല്ലെങ്കിൽ അത് പ്രയോജനമില്ല. ഉദ്ധവർ ഇതാണ് പറയുന്നത്. അവർക്ക് അന്യബോധമുണ്ടായി. ആർക്ക്? യാദവന്മാർക്ക്. ഏതുണ്ടായില്ല? അനന്യബോധം ഉണ്ടായില്ല. ഇപ്പോ കൃഷ്ണൻ മരിച്ചുപോയി, ശരീരം ഉപേക്ഷിച്ചു. എന്നിട്ടും ആദ്യം ഒരു വിഷമം വന്നുവെങ്കിലും ഉദ്ധവര് വീണ്ടും ഉയർന്നത്, വീണ്ടും മനസ്സിനെ ഉയർത്തിയത് ഏത് ബോധം കൊണ്ടാണ്? അനന്യബോധം കൊണ്ടാണ്. ഭഗവാൻ അത്ര വ്യക്തമായിട്ടല്ലേ ഗീതയിൽ പറയുന്നത്: നജായതേ മ്രിയതേ വാ കദാചിൽ, നജായതേ മ്രിയതേ വാ കദാചിൽ, നായം ഭൂത്വാ കദിതാവാന ഭൂയ, അജോ നിത്യ ശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ, വേദാ വിനാശിനം നിത്യം യേനമജമവ്യയം, കഥം സപുരുഷ പാർത്ത കം കാഥയതി ഹന്തികം. അർജുന, ജനനവുമില്ല മരണവുമില്ല, പിന്നെ ജനിച്ചിട്ടും മരിച്ചിട്ടുമില്ലെങ്കിൽ അതിനെങ്ങനെ നാശമുണ്ട്? അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യയേവച നിത്യ സർവഗതസ്ഥാണോ അചലോയം സനാതന. അതിനെ ഛേദിക്കാൻ സാധ്യമല്ല, ഒരു തരത്തിലും നശിപ്പിക്കാൻ സാധ്യമല്ല. എനിക്ക് നിങ്ങളോടൊക്കെയുള്ള ഒരു അപേക്ഷയുള്ളത്,
ഭഗവത്ഗീതയിലെ 10ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം മനപ്പാടാക്കി വെക്കൂ. അത് ബൈഹാർട്ടാക്കി വയ്ക്കുക തന്നെ വേണം. കാരണം ക്ലിയർ ആയിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദ്യം ച മദ്യം ച ഭൂതാനാം അന്തമേവ ച. ഈ ശ്ലോകം നിങ്ങൾ പഠിച്ചു വെച്ചാൽ, നിങ്ങളുടെ ഓർമ്മയിൽ അത് സൂക്ഷിച്ചു വെച്ചാൽ, എപ്പോഴൊക്കെ നിങ്ങൾക്ക് വിഷമം വരുന്നുണ്ടോ അപ്പോഴാ ശ്ലോകം ചൊല്ലിക്കൊണ്ട് പറയാ, അഹമാത്മാ. എവിടെയുണ്ട്? എവിടെയുണ്ട്? എല്ലാവരുടെ ഉള്ളിലും ചൈതന്യ രൂപത്തിൽ ഭഗവാൻ ഇല്ലേ, പിന്നെ ഞാൻ എന്തിനു തളരണം എന്ന് മനസ്സിൽ പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ അറിവ് അവിടെ ഉണ്ടാവണം. ഉദ്ധവര് പറയുന്നു, ഇവര് കൃഷ്ണനെ രൂപത്തോടുകൂടി കണ്ടു, പക്ഷെ കൃഷ്ണനെ ഒരിക്കലും അവരുടെ ആത്മാവായിട്ട് കാണാൻ അവർ ശ്രമിച്ചില്ല. അതുകൊണ്ടിതാ അവർ തളർന്നു, അവർ നശിച്ചു. ദേവസ്യ മായയാ സ്പൃഷ്ട ഹേ ചാന്യത അസദാശ്രിതാ ഭ്രാമ്യതേ ദീർണതദ്വാക്യേ ആത്മന്യുക്താത്മനോഹരേ. എല്ലാവരുടെയും ആത്മാവായിരിക്കുന്ന ആ ഭഗവാനെ അവര് വേണ്ട വിധത്തിൽ അന്യതാശ്രയ, മറ്റുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്ന അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്നാൽ എന്തോ ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് ദീർണ തദ്വാക്യേ ഭ്രാമ്യതേ, ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക്, ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നവര് ഒരിക്കലും ഭ്രാമ്യതേ, അവരുടെ മനസ്സ് ഭ്രമിക്കുന്നില്ല. അവർക്ക് മനസ്സിലാവും ഭഗവാൻ കൂടെയുണ്ട് എന്ന്. എന്നിട്ട് ഇപ്രകാരമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, യന്മർത്യലീലോപൈകം സയോഗ മായാബലം ദർശയതാ ഗൃഹീതം വിസ്മാപനം തസ്യ ച സൗഭഗദ്ദേ പരം പദം ഭൂഷണ ഭൂഷണാംഗം. യന്മർത്യലീലോപൈകം സയോഗ മായാബലം. ഈ ഭൂമിയിൽ ലീലയാടാൻ വേണ്ടി ഒരു രൂപമെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ആ ഭഗവാന്റെ വിസ്മാപനം സ്വസ്യ സൗഭഗദ്ധേ, ഭഗവാന്റെ ആ സൗന്ദര്യ പ്രഭാവമുണ്ടല്ലോ, പരം പദം ഭൂഷണ ഭൂഷണാംഗം. ഉദ്ധവർ ഒരു നിമിഷം ആ ഭഗവാനെ രൂപത്തോടുകൂടി കണ്ട് ഭഗവാന്റെ ആ അങ്ങേയറ്റത്തെ ആശ്ചര്യകരമായ രൂപത്തെ നോക്കിക്കൊണ്ട് പറയുന്നു ഭൂഷണ ഭൂഷണാംഗം എന്ന്. ഇത് വളരെ വളരെ ഒരു രസകരമായ പ്രയോഗമാണ്, ഭൂഷണ ഭൂഷണാംഗം. അതായത് സാധാരണ ആളുകൾ ആഭരണങ്ങൾ ധരിക്കുന്നത് ശരീരത്തിന് സൗന്ദര്യം വർദ്ധിപ്പിക്കാനാണ്. എന്നാൽ ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന മയിൽപ്പീലിയും ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ഓരോ സാധനങ്ങളും ഭഗവാന്റെ ശരീരത്തിനല്ലത്രേ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത്. ഭഗവാന്റെ സൗന്ദര്യം കാരണം ആ സാധനങ്ങൾക്കാണത്രേ സൗന്ദര്യം വർദ്ധിക്കുന്നത്. ഭൂഷണ ഭൂഷണാംഗം എന്നാണ്. ആ സാധനങ്ങൾക്ക് സൗന്ദര്യം കിട്ടണമെന്ന്. അത്ര സൗന്ദര്യമായിരിക്കുന്ന ഭഗവാന്റെ രൂപം പറയുന്നു വീണ്ടും, യദ്ധർമ്മസൂനോപതരാജസൂയേ നിരീക്ഷ ദൃക്സസ്തേനം ത്രിലോകാം കാസ്നേന ചാദ്യേഹ ഗതം വിധാതോ അർവാശ്രിതോ കൗശലമിത്യമന്യതാം. ഭഗവാൻ രാജസൂയ യാഗത്തിന് പോയപ്പോ ആ സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കുന്ന സമയത്തുള്ള ഭഗവാന്റെ ആ തേജോമയമായിരിക്കുന്ന പ്രഭാവം ആ ഉദ്ധവരുടെ മനസ്സിലേക്ക് വന്നിട്ട് പറയാണ്, ആ ഒരു രൂപമുണ്ടല്ലോ വിതുരരെ, അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു വിധാതു ബ്രഹ്മാവ് പോലും തന്റെ സൃഷ്ടിയിൽ ഇത്ര ഗംഭീരമായ ഒരു രൂപം ഇതുവരെ സൃഷ്ടിച്ചിട്ടുണ്ടാവില്ല. അതായത് ഇതുവരെ സൃഷ്ടിക്കാത്ത സൗന്ദര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ശരീരം കൊടുത്തിരിക്കുന്നത്. അത്ര തേജോമയമായിരിക്കുന്ന ആ മനോഹരമായിരിക്കുന്ന രൂപം അതിങ്ങനെ ആ ഉദ്ധവരുടെ മനസ്സിൽ വരികയാണ്. ഒരു പക്ഷേ ഈ ശ്ലോകം മനസ്സിൽ തട്ടിയിട്ടാവാം ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ ഭഗവാന്റെ സൗന്ദര്യം വർണ്ണിക്കുമ്പോൾ പറയും, യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിദാനദോപി മധുരം മാധുര്യദുര്യാദപി സൗന്ദര്യോത്തരദോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യദോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ സൗന്ദര്യോത്തരദോപി സുന്ദരതരം. സുന്ദര രൂപത്തിൽ വെച്ച് സൗന്ദര്യമായിരിക്കുന്ന ഗുരുവായൂരപ്പ, അതിമനോഹരമായിരിക്കുന്ന ഭഗവാന്റെ ആ രൂപത്തെ ഇവിടെ വർണ്ണിക്കുന്നത് അതേ ഇങ്ങനെ മനസ്സിൽ കാണാണ്. ആ രൂപം കണ്ടിട്ട് യസ്യാനുരാഗപ്ലുതഹാസരാസം ലീലാവലോകപ്രതിലബ്ധമാനം വ്രജശ്രിയോ ദൃഗ്ഭിരനുപ്രവൃത്ത ദിയോവദസ്തോ കില കൃത്യശേഷ. ആ അതികോമളമായിരിക്കുന്ന ഭഗവാന്റെ ആ രൂപം, കണ്ണുകളുടെ ചേഷ്ട, ചുണ്ടുകളുടെ ചേഷ്ട, ഇതെല്ലാം കണ്ട് ലീലാവലോക പ്രതിലബ്ധമാനം, ആ ഭഗവാന്റെ രൂപം കണ്ടിട്ട് വ്രജശ്രീയോ, ആ വ്രതത്തിലുള്ള വൃന്ദാവനത്തിലുള്ള ഗോപികമാര്
ദിഗ്ഭി അനുപ്രവർത്താം. അവരാ ഭഗവാന്റെ പ്രേമാർദ്രമായ പുഞ്ചിരിയും വിനോദവും കൗശലതവും എല്ലാം കണ്ടിട്ട് കിലകൃത്യശേഷ, അവരെ വീട്ടിലെ കാര്യങ്ങൾ പോലും അവര് മറന്നിങ്ങനെ നിശ്ചലരായിട്ട് തിയോ അവതസ്തു, ഇങ്ങനെ ഒരു തൂണ് പോലെ ഭഗവാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. അത്രയും ആ സൗന്ദര്യം അവരെയൊക്കെ ആകർഷിച്ചു. അങ്ങനെ ആകർഷിക്കുന്ന രൂപത്തോടുകൂടി വന്നിരിക്കുന്ന ആ ഭഗവാൻ എന്ത് ചെയ്തു അത്ര? പിന്നീട് ആ ഭഗവാൻ, ജന്മമില്ലാത്ത ഭഗവാൻ, ഹ്യജോ ബിജാതോ ഭഗവാൻ യദാഗ്നി മാം ഗേദയതി ഏതദജസ്യ ജന്മ വിഡംബനം യൽ വസുദേവഗേഹേ വ്രജേ വാസോ ഹരിഭയാദിവ സ്വയം പുരാൽ വ്യവാസീൽ യദനന്ദവീര്യ. ഭഗവാന്റെ ആ ഒരു ലീലകളൊക്കെ ഓർക്കുമ്പോൾ ഉദ്ധവരുടെ മനസ്സ് കണ്ണുനീര് കൊണ്ട് പറയാണ്, മാം ഗേദയത്, എന്നെ വിഷമിപ്പിക്കണോ വിതുരരെ? ഇങ്ങനെയൊക്കെ ജന്മമില്ലാത്ത ഭഗവാൻ എന്തിന് ഇങ്ങനെ വിഷമങ്ങളൊക്കെ ഉള്ള ഒരു അവതാരം എടുത്തു എന്ന്. ആ കംസന്റെ കൊട്ടാരത്തില് കാരാഗ്രഹത്തിൽ വെറും നിലത്തൊക്കെയാണല്ലോ ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. ഒരു സുഖവും സൗകര്യങ്ങളും ഇല്ല.